നിങ്ങളെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരികയാണ്. നിങ്ങളുടെ കുട്ടിക്കാലം പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് മുന്നിൽ വെച്ചുകൊണ്ട് നിന്ന് ആടി ആടി ഓതുന്ന ആ മുഖങ്ങളൊക്കെ ഹൃദയത്തിൽ വരികയാണ്. വലിയ സന്തോഷവും അൽഹംദുലില്ലാഹ്. ഇവിടെ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊക്കെ പല കുടുംബത്തിലായി മാതാപിതാക്കളിലായി ജനിച്ചു വീണത്. നമ്മളൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത് അവിടെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ ബന്ധത്തിന്റെ പേരിൽ കലാം പഠിക്കാനും പഠിപ്പിക്കാനും മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു തആല ഉണ്ടാക്കി തന്നു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് കുറച്ചു കാലമാണെങ്കിലും പഠിക്കാൻ തൗഫീഖ് കിട്ടിയവർ ആ ഖുർആനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. നമ്മളൊക്കെ ധാരാളം സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണ്, മുദരിസീങ്ങളാണ്, അതുപോലെ ഇമാമിങ്ങളാണ്, ദീനിന്റെ അഖിലുകാരോട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. ഓരോ സ്ഥലത്തെയും ഹാഫിളീങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് നമുക്ക് ഒരുമിക്കണം, എല്ലാവരെയും ഒന്നിപ്പിക്കണം. ധാരാളം പേര് ബന്ധപ്പെടാതെ ബുദ്ധിമുട്ടിലായി വിഷമത്തിലായി കഴിയുന്നവരൊക്കെയുണ്ട്. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം നമ്മുടെ സഹോദരങ്ങളെ അറിയാനും മനസ്സിലാക്കാനും അവരുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മനസ്സിലാക്കി എന്താണ് അവർക്ക് ആവശ്യം, എന്താണ് അവരുടെ സങ്കടം, അവർ ഏത് വിഷമത്തിലാണ് കഴിയുന്നത്, അവർക്ക് വീടുണ്ടോ, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ നാം അറിഞ്ഞ് മനസ്സിലാക്കി പരസ്പരം എന്റെ സഹോദരന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങൾ പരസ്പരം നാം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ വലിയ ഒരു കൂട്ടായ്മയാണ്, സമ്പത്താണ് ആഖിറത്തിലേക്ക്. തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ അവന്റെ ആവശ്യം അവൻ അറിയാതെ അള്ളാഹു എന്ത് ചെയ്യും, പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ് നമുക്ക് പഠിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംപ്രാപ്തരായ കൂട്ടുകാർ ഹാഫിളീങ്ങൾ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിലും അതേപോലെ അവരുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കാളികളാകുക ഒക്കെ നമ്മുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി ഈ കാര്യങ്ങളിലൊക്കെ വളരെ അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കണമെന്ന് ഉണർത്തുകയാണ്.